മുന്നോ ആ മുന്നോ കൊണ്ട് സീന ഒരു ഹോട്ടലിൽ എടാ ഒന്ന് സംസാരിച്ചോ. സീന ഇനിയാണ് ഒരു ഹോട്ടലെടുത്ത് ഇയാളെ ചെയ്യാൻ പറ്റുമോ? നാശനഷ്ടങ്ങളുടെ എല്ലാം ബില്ല് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊണ്ടുതോ. നമ്മുടെ തൊപ്പി ഉണ്ടല്ലോ, തൊപ്പിയുടെ ലൈവ് ഞാൻ നേരത്തെ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ഏത് സമയത്തെന്ന് പറഞ്ഞാൽ തൊപ്പി ഇനി മുതൽ എൻ്റെ ലൈവ് ഫാമിലി ഫ്രണ്ട്ലി ലൈവാണ്. ഇനി മുതൽ നമ്മൾ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇനി മുതൽ നമ്മൾ തെറി വിളിക്കില്ല. ഇനി മുതൽ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഫാമിലി ഫ്രണ്ട്ലി കണ്ടന്റുകളായിരിക്കും ഞാൻ പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തൊപ്പിയുടെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. ഇപ്പോഴത്തെ നിഹാദായതിൽ പിന്നെ, തൊപ്പിയല്ല നിഹാദായതിൽ പിന്നെ ഇപ്പോ വീണ്ടും തൊപ്പിയുടെ കണ്ടന്റുകൾക്ക് എന്തൊക്കെയോ ചില ഒരു സാമാന്യം സംഭവിച്ച പോലെ ഒരു ഫീല്. ഇടയ്ക്ക് ഷമീറുമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റാംബോ ഇടയ്ക്ക് വന്ന് ഇല്ല മോനിക്കലുമായിട്ട് വഴക്ക് പിടിച്ച് ഇങ്ങനെ കുറെ സാധനങ്ങൾ തൊപ്പിയുടെ സീനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പി ഒരു റിസോർട്ടിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ WWE റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ കൊച്ചിയിലേക്ക് കട്ടിലിൽ കിടന്ന് കളിച്ച പോലെ പുള്ളിക്കാരൻ ഒരു റെസ്ലിംഗ് പരിപാടി നടത്തിയപ്പോഴത്തേനും ഓൾറെഡി തൊപ്പിയുടെ ലൈവിന് അത്യാവശ്യം നല്ല സൗണ്ടാണ് പുള്ളി ലൈവ് പോകുന്നത്. പുള്ളി കിടന്ന് അലറുന്നു, കൂട്ടുകാർ കിടന്ന് അലറുന്നു എല്ലാം. അപ്പൊ ഇത് അപ്പുറത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നോയിസ് പൊല്യൂഷൻ ആയിട്ട് അനുഭവപ്പെടാം. അത് ഇത്തരത്തിലുള്ള ഇതിന് കേസൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോ അവിടെ കാണിച്ച ഇവരുടെ കുറെ ഡപ്പാങ്കൂത്തിന് അതിന്റെ ഓണറാന്നും പറഞ്ഞിട്ട് ആൾ വന്നു. പിന്നെ നാട്ടുകാരാന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ സീനുകൾ. നമുക്ക് ആദ്യം സീൻ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. I just can't get over the shape that Mysterio is in right now. He looks as great as he ever looked at any point in his career. It's incredible. സോറി, ഓണർ ഈ ഹോട്ടലിൽ ഓണർ വന്നു. സോറി. കുഴപ്പമില്ല, പറഞ്ഞോ. എടാ ഒന്ന് സംസാരിച്ചോ. സീന ഇനിയാണ് ഒരു ഹോട്ടലെടുത്ത് ഇയാളെ ചെയ്യാൻ പറ്റുമോ? നാശനഷ്ടങ്ങളുടെ എല്ലാം ബില്ല് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊണ്ടുതോ. നാശനഷ്ടങ്ങളുടെ ഒക്കെ ബില്ല് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് നമ്മൾ സെറ്റിൽ ചെയ്തേക്കാം. നമ്മള് ഒരു സാധനം തല്ലിപ്പൊട്ടിച്ചിട്ട് റിപ്പയർ ചെയ്യാനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അതാണോ ശരിയായിട്ടുള്ള സാധനം? നമ്മൾ ആ സാധനം മനഃപൂർവ്വമായിട്ട് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു ബോധമല്ല നമ്മൾ കാണിക്കണ്ടേ? ഇപ്പൊ തൊപ്പിക്ക് ഒരു BMW കാറുണ്ട്, ഞാൻ വന്നതിന്റെ ഗ്ലാസ് അടിച്ചങ്ങ് പൊട്ടിച്ചിട്ട് നാശനഷ്ടത്തിന്റെ പൈസ എനിക്ക് തന്നേക്കാന്ന് പറഞ്ഞ് തൊപ്പി അക്സെപ്റ്റ് ചെയ്യുമോ? അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ നമ്മൾ ഒരു മര്യാദക്കൊക്കെ ഉള്ള സാധനങ്ങൾ വരണ്ടേ? ഇപ്പൊ ഈ തൊപ്പിയുടെ ലൈവ് അരോചകമായി മാറിയ കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടായി. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾക്ക് അത് തോന്നാൻ വഴിയില്ല. ഞാൻ പറയാം, ബാക്കിയോടെ കണ്ടിട്ട് പറയാം. ഞാൻ തന്നെ കൊടുക്കണ്ടേ? ഇവിടെ സംസാരിക്കാം, സെറ്റിലേ. അയ്യോ, ഞാൻ കുറച്ച് കിടക്കട്ടെ. മുന്നോ കൊണ്ട് സംസാരിക്കേ. റാമു സംസാരിക്കണ്ട, സീനാവും. സംഭവം സീനായി. നിങ്ങളുടെ കോമാളിത്തരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൂഞ്ചിട്ടുണ്ട്. നിങ്ങളുടെ കോമാളിത്തരത്തിന് വേണ്ടി നമ്മൾ മുഞ്ചിട്ടുണ്ട്. ഇതാണ് ഈ ഷമീർ പറഞ്ഞ ഡയലോഗ്. തൊപ്പിയുടെ ലൈവില് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, തൊപ്പി മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് ലൈവ് റൺ ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടാലും പുള്ളിക്ക് ഈ സൂപ്പർ ചാറ്റ് വഴി ആൾക്കാർ പണം അയച്ചു കൊടുക്കുകയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. സോ ആ ലൈവിൽ നിന്നും അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം, തൊപ്പിയുടെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടാണ് തൊപ്പി പല വീഡിയോസും റിയാക്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തൊപ്പി ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും കോപ്പിറൈറ്റ് ക്ലെയിം വരും. ഈ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബ് ഇവന്റെ കണ്ടന്റ് ആണ് നീ യൂസ് ചെയ്യുന്നത്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബ് തന്നെ അടിച്ചു കൊടുക്കുന്ന കോപ്പിറൈറ്റ് തൊപ്പിക്ക് എല്ലാ വീഡിയോസിലും ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് പുള്ളിക്കാരൻ മോണിറ്റൈസ് ആവില്ല. സോ പുള്ളിക്കാരൻ ആ ചാനൽ ലൈവ് റൺ ചെയ്യുമ്പോഴത്തേനും മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെക്കുന്നു. പുള്ളിയുടെ ഈ ലൈവിനകത്തെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ സൂപ്പർ ചാറ്റിലൂടെ വരുന്ന പൈസയാണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ചധികം വീഡിയോസിൽ തൊപ്പി സ്ഥിരമായിട്ട് പറയുന്നു, തൊപ്പി അൺസബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേനും, നീക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യടാ, നിനക്കൊക്കെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്, നീ ഒന്നും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഹൂ കേസ്? അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സിന്റെ വികാരത്തിനെ നിങ്ങൾ മാനിക്കണം, അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഒരു സാധനം ചെയ്യുന്നു, ആ സാധനം നിങ്ങൾക്ക് എന്റർടൈൻ ആയില്ല, ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും നീയൊക്കെ അഭിനയുണ്ട കണ്ടാൽ വരാ, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊരു മറുപടിയാണ് വരണ്ടായി. അത് തൊപ്പി ഒരു ലൈവിലല്ല പല ലൈവിലായിട്ട് ഈ സാധനം റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടു. അതായത് ആളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വലിയ നിലയിൽ എത്തിച്ച് സാമ്പത്തികമായിട്ടൊരു ലാഭം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കൂടെ നിന്നത് ഈ സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്നിട്ട് അവരെ തന്നെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന സാധനം എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ കാണുന്ന ഒരുപാട് ഈ സാധനം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരാള്, ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്ന ഒരാള് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളെ പുച്ഛമാണ് അവർക്ക്.
നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്നെ പേടിപ്പിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ, അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാന്നൊക്കെ പറയും. ഇത് നമുക്ക് ഏത് സാഹചര്യത്തിൽ പറയാന്നറിയോ? ഒരുത്തൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു, അവൻ നമ്മളെ അപരാധിക്കുകയാണ്, ഒരു കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പറയാം. അല്ലാതെ ലോയലായിട്ട് കൂടെ നിൽക്കുന്നവനെ ഇങ്ങനെ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടും. അപ്പൊ പോലീസിനെ വിളിച്ചാ? പോലീസിനെ പിന്നെ വിളിക്കൂല. റൂമിൽ ഇങ്ങനെ കൊലപാതകം നടക്കുന്നത് അവർക്ക് സംശയം ഉണ്ടാവില്ല. 5 മണ്ണുള്ള റാംബോലെ ഭിക്ഷ നിർത്തി കട്ടിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ? ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാവോ? എന്താ പോയത്? ആ ഇലകൾ നമുക്ക് വാങ്ങാം പുതിയ. വായോ വായോ. ആണോ? എന്നാ പിന്നെ ലൈവ് കഴിഞ്ഞാണോ? ഇതൊന്ന് എൻഡ് ചെയ്തോട്ടെ, എന്നിട്ട് വേണം ഓണർ വിളിക്കും. ഓണർ സംസാരിക്കും. വാ വാ. നീ ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ടൊന്ന് സംസാരിക്കടാ. കമോൺ ബ്രോ, ഇവിടെ ഒന്ന് സംസാരിച്ചോ. ക്യാമറ മുന്നിൽ തരാൻ ധൈര്യമില്ലെങ്കിൽ ഇതാ ഇതിനപ്പുറത്തൊന്നും സംസാരിച്ചോ, കുഴപ്പമില്ല ബ്രോ. ഇവിടെ ഒന്നും ക്യാമറ കാണൂല, ഇവിടെ ഒന്നും ക്യാമറ കാണൂല. സത്യം കാണൂലേ? അത്ര കളർ ചെയ്യുന്നല്ല. അപ്പൊ പിന്നെ അത് സാധാരണ സമാനത്തിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ല? അപ്പൊ ശരി. എന്താണ് ഓണർ എന്താ പറയുന്നത്? ആണോ? അല്ല അപ്പൊ നമ്മള് കണ്ടിന്യൂ ചെയ്യണോ അതോ നിർത്തണോ? എന്താണ് സംഭവം മനസ്സിലായല്ലോ? ഇവര് അമിതമായിട്ട് ശബ്ദം ഉണ്ടാക്കിയപ്പോഴത്തേനും കുറച്ച് ആളുകൾ ഒന്ന് ബഹളം ഉണ്ടാക്കി. ഇത് ആദ്യം ഓണറാന്ന് പറയുന്നു, പിന്നെ അതിന് ശേഷം അവിടെ കാണാൻ വന്ന നാട്ടുകാരാണെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ തൊപ്പിയും ഗ്യാങ്ങും അവിടെ അവകാശപ്പെടുന്ന ഒരു സാധനമാണ് നമ്മൾ കണ്ടത്. ഇനി ഈ തൊപ്പിയുടെ ലൈവിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, തൊപ്പിയുടെ ലൈവ് സ്ട്രിക്ട്ലി തെറികൾ പ്രൊഹിബിറ്റഡ് ആണ്. തൊപ്പിയുടെ ലൈവിനകത്ത് അതിനകത്ത് തെറി വിളിക്കാൻ പറ്റത്തില്ല. തെറി വിളിച്ചു കഴിഞ്ഞാൽ തൊപ്പി കുറെ പണിഷ്മെന്റുകൾ കൊടുക്കും. ബാക്കിൽ ഇങ്ങനെ ഒരു സ്പിന്ന് വെച്ചിട്ടുണ്ട്, അത് കറക്കുമ്പോൾ അതിൽ ഫ്രഞ്ച് കിസ്, നോ പണിഷ്മെന്റ്, മറ്റേ ഷെഡ് മാത്രം ഇട്ടുകൊണ്ടുള്ള ഡാൻസ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെമീറിന് ഒരു പണിഷ്മെന്റ് കിട്ടി. ഷെമീർ ഷെഡ് ഇട്ടിട്ട് ഡാൻസ് കളിക്കണം. ഈ സാധനമാണ് ഷെമീറിന് കിട്ടിയ പണിഷ്മെന്റ്. ഷെമീർ ഷെഡ് ഇട്ട് ഡാൻസ് കളിക്കുകയും ചെയ്തു. ഈ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് അതിനുശേഷം ഇതേ പണിഷ്മെന്റ് മറ്റൊരാൾക്ക് കിട്ടിയപ്പോഴത്തേനും അവരുടെ ഗ്യാങ്ങിലുള്ള ഒരാൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് തെറി വിളിക്കരുതെന്ന് പറയുന്നത്? ഫാമിലി ഫ്രണ്ട്ലി ലൈവ് ആയതുകൊണ്ടല്ലേ? അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ ഷെഡ് ഇട്ട് ഡാൻസ് കളിക്കുക വന്നു. വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോ നമ്മളൊരു എന്റർടൈൻമെന്റ് കൊടുക്കുമ്പോഴത്തേനും അത് നമ്മൾ പക്കയായിട്ട് അത് ബ്രാൻഡ് ചെയ്ത് പോകണ്ടേ? ഫാമിലി ഫ്രണ്ട്ലി ലൈവ് എന്ന് പറയുമ്പോൾ ഈ ഷെമീർ ഷെഡ് ഇട്ട് കളിക്കുന്ന ഡാൻസ് അച്ഛനും അമ്മയും ഒരു പെൺമകളും ഒരു ആൺമകനും കൂടി ഇരുന്ന് കാണുകയാണെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഈ ഷെമീറിന് പുറത്തേക്ക് പോകുന്ന ഇമേജ് എന്തായിരിക്കും? അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. തെറി വിളിക്കരുതെന്ന് പറയുമ്പോൾ, അശ്ലീലമായിട്ടുള്ള സാധനങ്ങൾ പറയരുതെന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളോടെ നമ്മൾ കൺട്രോൾ ചെയ്യണ്ടേ? അതിനിടയ്ക്ക് തൊപ്പി ഒരു 5 ലൈവ് വരും, പിന്നെ കാണാതാവും, പിന്നെ ഒരു 10 ലൈവ് വരും, പിന്നെ കാണാതാവും. ഇങ്ങനെ പോകുമ്പോഴത്തേനും തൊപ്പിയുടെ ഓഡിയൻസ് പലതായിട്ട് വേർപിരിഞ്ഞ് ഇപ്പൊ ഷെമീർ ലൈവ് തുടങ്ങി, ഷെമീറിലേക്ക് കുറെ പേര്, മമ്മു ലൈവ് തുടങ്ങി, മമ്മുലേക്ക് കുറെ പേര്, ജാസി ലൈവ് തുടങ്ങി, ജാസിയിലേക്ക് കുറെ പേര്, റാംബോ തുടങ്ങി, റാംബോയിലേക്ക് കുറെ പേര് എന്ന് പറഞ്ഞ് പോകും. അപ്പൊ തൊപ്പിയുടെ ഒരു അപ്പർ ഹാൻഡ് അവിടെ പല സമയത്തും കാണുന്നില്ല. ഇപ്പൊ തൊപ്പി എടാ ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തൊപ്പി തന്നെ ഇടയ്ക്ക് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, എന്റെ ലൈവാണ് ഫുള്ളി എന്റെ കൺട്രോളിലുള്ളത്, എന്റെ ലൈവില് അശ്ലീലം പറയാൻ പറ്റില്ല, എന്റെ ലൈവില് തെറി വിളിക്കാൻ പറ്റില്ല, എന്റെ ലൈവില് അഡൽസുള്ളി കണ്ടൻസ് പാടില്ല എന്ന് പറയുമ്പോൾ മറ്റവരെയും കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പൊ മമ്മുവിന്റെ ഇപ്പൊ കുൽസിത കണ്ടന്റ് ആണെങ്കിൽ മമ്മു കുറെ വൃത്തികേട് അനാവശ്യമൊക്കെ പറയുന്നു, അത് കേസായെന്ന് വെക്കുക, അതിന്റെ പുറകെ ആര് തോന്നും? തൊപ്പി തൂങ്ങും. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. തൊപ്പിയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ, നീയൊക്കെ വേണേ കണ്ടാൽ വരാ, നിനക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ കോമാളിത്തരം കാണിക്കുന്നത്, നിന്നെയൊക്കെ എന്റർടൈൻ ചെയ്യാനാണ് ഞാൻ ഈ സാധനം കാണിക്കുന്നത് എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതുപോലെ തന്നെ ഓവർ ഹൈപ്പറായി ഒരിടത്ത് പോയി അവിടുത്തെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചതിന് ശേഷം എന്റെ കയ്യിൽ കുറെ പണമുണ്ട്, ഐ വിൽ സെറ്റിൽ ഇറ്റ്, ഞാൻ എല്ലാം സോൾവ് ചെയ്തേക്കാം, പൈസ എത്രയാണെന്ന് വെച്ചാൽ വാരിയേറി എന്ന് പറയുന്ന ഒരു അഹങ്കാര സെറ്റപ്പായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തു. ഓഫ് കോഴ്സ് അത് മാറ്റി കൊടുക്കുന്നൊക്കെ പുള്ളിയുടെ ബേസിക് മര്യാദയാണ്. എന്തായാലും കൊള്ളാം. തൊപ്പിയുടെ ലൈവ് ഇടയ്ക്കൊന്നും അടിപൊളിയായിട്ട് വന്നായിരുന്നു. ഇപ്പൊ വീണ്ടും പഴയ മത്സരത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഇനി തൊപ്പിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും സ്ഥിരമായിട്ട് കമന്റ് ബോക്സുകളിൽ വന്ന് ചില ഗെയിമിംഗ് കൂപ്പിരി ചാനലുകൾ വന്ന് ചീത്ത വിളിക്കാറുണ്ട്. കൂപ്പിരി ചാനൽ ഇൻ ദ സെൻസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് അല്ല ഞാൻ പറഞ്ഞത്, വിവരമില്ലായ്മയുടെ സെൻസിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മാന്യമായിട്ടൊരു സാധനം പറയുമ്പോഴത്തേനും മാന്യമായിട്ടുള്ള റിപ്ലൈ പറഞ്ഞാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ അപമര്യാദയായിട്ടുള്ള സാധനങ്ങൾ പറയും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തും. മറ്റുമായിട്ടാണ്.